ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമുക്കുണ്ടാകുന്ന ജീവിതാനുഭവങ്ങളല്ല നമ്മെ തകർക്കുന്നത്. പ്രസ്തുത അവയോടുള്ള നമ്മുടെ പ്രതികരണമാണ് അവ നമ്മെ തകർക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. ഓസ്ട്രിയൻ മനഃശാസ്ത്രജ്ഞനായ ഡോക്ടർ വിക്ടർ ഫ്രാങ്കൽ നടത്തിയ പഠനങ്ങൾ ഏറെ ശ്രദ്ധേയമാണ്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഒരു തടവുകാരനായി അദ്ദേഹത്തിന് ഒരു ജർമ്മൻ തടവറയിൽ ഏറെ നാൾ കഴിയേണ്ടി വന്നിട്ടുണ്ട്. വളരെയേറെ കഷ്ടപ്പാടുകളുടെയും ദുരിതങ്ങളുടെയും ഒരു കാലഘട്ടമായിരുന്നു അത്. കൊടും ചൂടിലും കഠിനമായ തണുപ്പിലും എല്ലുമുറിയെ ദീർഘനേരം പണിയെടുക്കണം. ആവശ്യത്തിന് ഫുഡോ വസ്ത്രമോ മറ്റു സൗകര്യങ്ങളോ ഒന്നുമില്ല. കൂടാതെ ദിവസേന കൊടിയ മർദ്ദന മുറകളും അവർക്ക് ഫേസ് ചെയ്യേണ്ടിയിരുന്നു. വളരെയേറെ പേർ പിടിച്ചു നിൽക്കാനാകാതെ തളർന്നു വീണു മരിച്ചു. ചിലരാകട്ടെ എല്ലും തോലും മാത്രമായി മാറി. അദ്ദേഹം അവിടെ ശ്രദ്ധിച്ച ഒരു കാര്യം ഇതാണ്: തടവറയിലെ കൊടിയ പീഡനങ്ങളിൽ മനസ്സ് മടുത്ത് രക്ഷപ്പെടലിനെ കുറിച്ച് പ്രത്യാശയില്ലാതെ നിരാശയ്ക്കടിമപ്പെട്ടവരാണ് പെട്ടെന്ന് മരണത്തിന് കീഴടങ്ങിയത്. ഇപ്പോൾ യാതനകളിലാണെങ്കിലും ഇവയ്ക്കെല്ലാം ഒരു അവസാനമുണ്ടാകും, ഒരിക്കൽ തനിക്ക് മോചനമുണ്ടാകും എന്ന പ്രത്യാശയിൽ കഴിഞ്ഞവരെ മരണത്തിന് കീഴ്പ്പെടുത്തുവാൻ സാധിച്ചില്ല. അവരിൽ പലരും തന്നെ അവിടെ നിന്ന് മോചനം പ്രാപിച്ചതിന് ശേഷം ചെയ്യേണ്ട പല കാര്യങ്ങളും ജീവിതത്തിൽ ലക്ഷ്യമായി മനസ്സിൽ കുറിച്ചിരുന്നു. ഡോക്ടർ ഫ്രാങ്കലാകട്ടെ അവിടെ നിന്ന് മോചനം പ്രാപിച്ചതിന് ശേഷം തനിക്ക് രചിക്കേണ്ട ഒരു പുസ്തക രചനയാണ് തൻ്റെ ജീവിത ലക്ഷ്യമായി സ്വീകരിച്ചത്. ഇപ്രകാരം നിരാശയ്ക്ക് അടിമപ്പെടാതെ പ്രത്യാശയോടെ അവിടെ കഴിഞ്ഞവർക്ക് തങ്ങളിലുള്ള കഴിവുകളെയും ശക്തികളെയും സംഭരിച്ച് ജീവിക്കുന്നതിനുള്ള ഇച്ഛാശക്തി നേടിയെടുക്കുന്നതിന് സാധിച്ചു. നമ്മുടെ ലൈഫിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അവയ്ക്ക് മുമ്പിൽ നമുക്ക് തളരാതിരിക്കാം, നിരാശയ്ക്ക് അടിമപ്പെടാതിരിക്കാം. ഈ സമയവും കടന്നു പോകും എന്നുള്ള വിശ്വാസത്തിൽ നമുക്ക് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ നമ്മുടെ ജീവിത ലക്ഷ്യങ്ങളായി സ്വീകരിച്ച് പിടിച്ചു നിൽക്കാം, മുമ്പോട്ട് പോകാം. ഓരോ പ്രശ്നങ്ങളെയും ഓരോ വെല്ലുവിളികളെയും അതിജീവിക്കാം. എല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.